മിഡിൽ ഈസ്റ്റിലെ ഒരു എണ്ണ മുതലാളിക്ക് 3 ആൺമക്കൾ ഉണ്ടായിരുന്നു. അതിലെ മൂന്നാമൻ വൈകല്യങ്ങളോട് കൂടെ പിറന്നു. അവൻ്റെ ശരീരം വളഞ്ഞും ബലഹീനനായും വളർന്നു. 3 പേരും പ്രായമായപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ അപ്പനോട് പറഞ്ഞു. എവിടെ വേണമെങ്കിലും പഠിക്കുവാൻ സാധ്യമാകുന്ന കുടുംബ സാഹചര്യം. മൂത്തവൻ അമേരിക്കയിൽ പോയി ഡോക്ടറാകുവാൻ പഠിക്കുവാൻ ആഗ്രഹം അറിയിച്ചു. രണ്ടാമൻ അമേരിക്കയിൽ എഞ്ചിനീയറിംഗ് പഠിക്കുവാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു. മൂന്നാമൻ അപ്പനോട് പറഞ്ഞു, നമ്മുടെ വീടിൻ്റെ ഒരു വശത്ത് എനിക്ക് അപ്പൻ എൻ്റെ തന്നെ ഒരു പ്രതിമ ഉണ്ടാക്കിത്തരണം. അപ്പന് ഈ അപേക്ഷ കേട്ടപ്പോൾ ദുഃഖമായി. വൈകല്യങ്ങളുള്ള തൻ്റെ മകൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? അത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയെപ്പറ്റി അപ്പൻ ആശങ്കാകുലനായി. അപ്പൻ പറഞ്ഞു, ആ ആഗ്രഹം എനിക്ക് നടത്തുവാൻ ബുദ്ധിമുട്ടുണ്ട്. നിന്റെ വൈകല്യമുള്ള രൂപം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുവാൻ ആരാണ് ഇഷ്ടപ്പെടുന്നത്? അവൻ പറഞ്ഞു, അപ്പൻ എനിക്കായി ഉണ്ടാക്കേണ്ടത് എൻ്റെ വൈകല്യമുള്ള പ്രതിമയല്ല. ഞാൻ പൂർണ്ണ ആരോഗ്യവാനായി ഇപ്പോൾ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ രൂപം എങ്ങനെയായേനെ? ആ രൂപത്തിലുള്ള ഒരു പ്രതിമയാണ് എനിക്ക് വേണ്ടി അപ്പൻ ഉണ്ടാക്കേണ്ടിയത്. വർഷങ്ങൾ കഴിഞ്ഞുപോയി. മൂത്തവൻ ഡോക്ടറായി, രണ്ടാമത്തവൻ എഞ്ചിനീയറായി. മൂന്നാമത്തെ വൈകല്യമുള്ളവൻ ഓരോ ദിവസവും ആ പ്രതിമയുടെ അടുത്ത് പോയി തൻ്റെ ആരോഗ്യമുള്ള രൂപം കണ്ടുകൊണ്ട് അതിനൊപ്പം ആകുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ ഓരോ എല്ലുകളും അവൻ ആ പ്രതിമയ്ക്കൊപ്പം രൂപപ്പെടുത്തി. അവൻ്റെ നിശ്ചയദാർഢ്യത്തോടുകൂടെ അവൻ വളവുള്ള, സമതുലിതമല്ലാത്ത കൂനും ഒക്കെയുള്ള തൻ്റെ ശരീരത്തെ ആ പ്രതിമയ്ക്കൊപ്പം രൂപപ്പെടുത്തിയെടുത്തു. ലോകത്തിൽ അനേകം സാക്ഷാത്കരണങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാവരും അവരുടെ നൈപുണ്യവും പ്രാഗൽഭ്യവും ചതുരതയും സാമർഥ്യവും പാടവവും തെളിയിക്കുവാൻ പാടുപെടുന്നു. ഒരു ഡോക്ടറാകുവാൻ, എഞ്ചിനീയർ ആകുവാൻ, നേഴ്സാകുവാൻ, അങ്ങനെ ഈ ലോകത്തിലെ ഒരു പേരിനു വേണ്ടി നാം എല്ലാവരും അധ്വാനിക്കുന്നു. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ രൂപത്തിലും പദ്ധതിയിലും എത്തിച്ചേരുവാൻ നാം ശ്രമിക്കാറുണ്ടോ? പ്രകൃതിയാലുള്ള നമ്മുടെ വൈകൃതങ്ങളിൽ നിന്നും ദൈവിക പദ്ധതിയിലുള്ള മനുഷ്യനായി തീരുവാൻ നാം ആഗ്രഹിക്കാറുണ്ടോ? നമുക്ക് അനുദിനം നോക്കി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ലഭ്യമായ ആ മാനദണ്ഡം എന്നത് ദൈവിക വചനമാണ്. നമ്മുടെ കുറവുകളെ കണ്ടുകൊണ്ട് നമ്മെ തന്നെ ക്രമീകരിക്കുവാൻ വചനം നമ്മെ സഹായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതകളിൽ തുണനിന്ന് നമ്മെ സഹായിക്കുന്നു. എന്താണ് നമ്മുടെ ലക്ഷ്യം? ലോകാനുപാതമായി ഉയരുകയോ ദൈവാനുരൂപരായി വളരുകയോ? എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചുമിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്?